കേരളത്തിലെ പൊതുമരാമത്ത് പണികളുടെ കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ നിയമസഭയിൽ രൂക്ഷ വിമർശനവുമായി പി.കെ. ബഷീർ എം.എൽ.എ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഊരാളുങ്കലിനെ സർക്കാർ മിക്ക പദ്ധതികളും ഏൽപ്പിക്കാറുണ്ടെങ്കിലും പലയിടത്തും ഈ പദ്ധതികൾ പാതി വഴിയിൽ നിലച്ചു പോവുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തന്റെ മണ്ഡലത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ബഷീറിന്റെ വിമർശനം. 100-150 കോടി രൂപയുടെ വലിയ ജോലികൾ ചാടിപ്പിടിക്കുന്ന ഊരാളുങ്കലിന് 1 കോടി രൂപയുടെ ചെറിയ പദ്ധതികളോട് വലിയ പുച്ഛമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം ചെറിയ ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതും ഏറ്റെടുത്തവ പൂർത്തിയാക്കാത്തതും സാധാരണക്കാരെയും പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലെ വികസനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ആദിവാസി മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളോടുള്ള ഊരാളുങ്കലിന്റെ അവഗണനയെ സഭയിൽ അദ്ദേഹം വികാരാധീതനായിട്ടാണ് ചോദ്യം ചെയ്തത്. പ്രസംഗത്തിനിടയിൽ സ്പീക്കർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന ബഷീർ വിമർശനം തുടരുകയായിരുന്നു. ഒടുവിൽ ഇതിന് മറുപടി നൽകിയ മന്ത്രി OR കേളു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതത് സ്ഥലത്തെ MLA-മാർക്ക് തന്നെയാണെന്ന് വ്യക്തമാക്കിയതോടെയാണ് തർക്കത്തിന് പരിസമാപ്തിയായത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ അംബേദ്കർ ഗ്രാമം ഇങ്ങനെയുള്ള ഈ പദ്ധതികൾ ഒക്കെ ഇപ്പൊ ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുകയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. ഇങ്ങനെ സാർ ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ തന്നെ സാർ 3 വർക്ക് ഊരാളുങ്കലിന് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് തുടങ്ങിയില്ല. ഈ 1000-500-250 കോടി വർക്കില്ല കൂട്ടർക്ക് തന്നെ ഈ ആദിവാസി കോളനിയിലെ 1 കോടി രൂപ വർക്കും ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഒരു പണി നടക്കണില്ല. എന്തിനാ സാർ ഈ ഏർപ്പാട് നടക്കണേ? ഒന്നിനത് ഒന്നുകിൽ ഈ പിന്നെ നിർമ്മിതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ അല്ലെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ. ഇതൊക്കെ എല്ലാ ചെറിയ ഏർപ്പാടും ചോദ്യത്തിലേക്ക് വാ സാർ. ഞാൻ പറയട്ടെ സാർ, ഇതൊരു വിഷയം. ഇങ്ങനെ ഇത് ഊരാളുകളുടെ കുറ്റം പറയല്ല. ഓർക്ക് 500, 50, 100, 150 കോടി രൂപയുടെ വർക്ക്, ഇവിടെ 1 കോടി രൂപയുടെ പാവപ്പെട്ട ആദിവാസികൾക്കിന്റെ വർക്ക്. ഇതിവിടെ ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നടപ്പിലാകാൻ എന്താ മന്ത്രി അവരെ പ്രതിപക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയല്ലേ ഈ പദ്ധതി? അത് നടപ്പിലാക്കാനുള്ള നടപടി എന്തായിട്ട് അല്ലാതെ എല്ലാം കൂടി വലിയ ആൾക്കാർക്ക് കൊടുക്കുക. സാർ ഇതില് പിന്നെ അങ്ങനെ ഊരാളുങ്കിന് തന്നെ കൊടുക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല സാർ. സാർ അതിന്റെ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഏജൻസിനെയാണ് ഏൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതാത് MLA-മാർക്കാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ MLA-മാരാണ് മറുപടി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. സാർ ആ ഉത്തരവ് വായിച്ചു നോക്കണം സാർ. ആ ഉത്തരവിൽ കൃത്യമായിട്ട് ഏജൻസിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം MLA-മാർക്കാണ് സാർ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് LSCDനെ നമുക്ക് ചുമതലപ്പെടുത്താം. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്രഡിറ്റ് ഏജൻസികളെ ചുമതലപ്പെടുത്താം എന്നുള്ള കാര്യം സംബന്ധിച്ച് അതാത് MLA-മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ ഡോക്ടർ മാത്യു ഗോയൽ നാളെ സാർ, പ്ലീസ് ശ്രീ കെ ബഷീർ പ്ലീസ്. സാർ, ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം